പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ഈ റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾ പലപ്പോഴും ചെറിയ ക്ലാസ്സിൽ കേട്ട കുറേ ടേംസാണ്. ഓക്സിഡേഷൻ, അതേപോലെ റിഡക്ഷൻ. ഓക്സിഡേഷൻ അതേപോലെ റിഡക്ഷൻ കേട്ടതല്ലേ അത്? ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്തിട്ട് നമ്മൾ പറയും റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ പേര് പറയും. നമുക്ക് സെക്കൻഡ് ഇയറിലൊരു ചാപ്റ്റർ ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി. ഈ റിഡോക്സ് റിയാക്ഷൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിഡോക്സ് റിയാക്ഷൻ. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയതാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. നോക്കൂ, എന്താണ് റിഡോക്സ് റിയാക്ഷൻ? നമ്മൾ 2-3 കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം പഠിക്കുന്നത് ക്ലാസിക്കൽ കോൺസെപ്റ്റ്. ഈ ക്ലാസിക്കൽ കോൺസെപ്റ്റിൽ നമ്മൾ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്യാണ് ആദ്യം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്ന്. ഇവിടെ നോക്കിക്കോ, ഒരു റിയാക്ഷൻ PbO പ്ലസ് കാർബൺ, നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു Pb പ്ലസ് കാർബൺ മോണോക്സൈഡ്. ശ്രദ്ധിക്കണേ, ഇതിൽ കാർബൺ കൺവേർട്ടഡ് ടു കാർബൺ മോണോക്സൈഡ് ബൈ അഡീഷൻ ഓഫ് ഓക്സിജൻ. അതേസമയം PbO Pb ആയിട്ട് മാറുന്നത് ബൈ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. ഈ അഡീഷൻ ഓഫ് ഓക്സിജൻ നമ്മൾ പേര് പറയും ഓക്സിഡേഷൻ എന്ന് പറയും. ഇപ്പോൾ കാർബൺ മോണോക്സൈഡായി മാറുന്നത് ഓക്സിഡേഷനാണ്. അതേസമയം PbO Pb ആയിട്ട് മാറുന്നത് റിഡക്ഷനാണ്. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഉള്ള പ്രോസസ്സ്. അപ്പോൾ എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ ഉള്ള പ്രോസസ്സ്. ക്ലിയർ അല്ലേ? എളുപ്പമാണ്, എത്രയേ പറഞ്ഞുള്ളൂ. ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് അഡീഷൻ ഓഫ് ഓക്സിജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേര് റിഡക്ഷൻ. ഇനി അങ്ങനെയാണെങ്കിൽ വേറെ റിയാക്ഷൻ, കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കൂ. H2S ക്ലോറിൻ ആഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് പ്രോഡക്റ്റ് 2HCl പ്ലസ് സൾഫർ കിട്ടുന്നു, ഒരു റിയാക്ഷൻ. ഇവിടെ ക്ലോറിൻ HCl ആയിട്ട് മാറുന്നു, അതേപോലെ H2S സൾഫർ ആയിട്ട് മാറുന്നു. H2S സൾഫർ ആവുമ്പോൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു. ഈ റിയാക്ഷനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. അതേസമയം ക്ലോറിൻ HCl ആയിട്ട് മാറുമ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നമ്മൾ റിഡക്ഷൻ എന്ന് പേര് പറയും. അപ്പോൾ എന്താ വേറെ ഡെഫിനിഷൻ എന്താണ് പറ? റിമൂവൽ ഓഫ് ഹൈഡ്രജനെ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ നമുക്ക് എന്ത് വിളിക്കാം? റിഡക്ഷൻ. അപ്പോൾ എന്താ ഇപ്പം നമ്മൾ പറഞ്ഞത്? നോക്കൂ, ഇത്രയും കാര്യം ഒന്ന് മനസ്സിലായത്. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഓക്സിഡേഷൻ. അതേസമയം റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് റിഡക്ഷൻ. ക്ലിയർ ആണല്ലോ ഇത്? ഇനി വേറെ റിയാക്ഷൻ കൂടി പറയാം. ഇവിടെ നോക്കും, 2Na പ്ലസ് Cl2 ഗീവ്സ് 2NaCl. ഇവിടെ നോക്കണേ, ഇവിടെ സോഡിയം ക്ലോറൈഡായി മാറുമ്പോൾ ക്ലോറിൻ അതേപോലെ സോഡിയം ക്ലോറൈഡ് ആവുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവായ ക്ലോറിനെ ആഡ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ അതും ഓക്സിഡേഷനാണ്. ഇവിടെ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റിനെ ആഡ് ചെയ്യാണ്. ആ റിയാക്ഷൻ നമുക്ക് വിളിക്കാം റിഡക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ പുതിയ കാര്യങ്ങളും കൂടി പറയാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു രൂപത്തിലും കൂടി പറയാണ്. ഹൈഡ്രജനും ഓക്സിജനും അതിൽ ആരാണ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയത്? ഓക്സിജൻ അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ആഡ് ചെയ്യുന്നത് ആരെപ്പോലെയാണ്? ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ആഡ് ചെയ്യുന്നത് ഓക്സിജൻ ആഡ് ചെയ്യുന്ന പോലെ ഓക്സിഡേഷനാണ്. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് റിമൂവ് ചെയ്യുന്നത് എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. അതേപോലെ ഇലക്ട്രോ പോസിറ്റീവ് ഹൈഡ്രജനും ഓക്സിജൻ എടുത്താൽ ഇലക്ട്രോ പോസിറ്റീവ് ആയത് ഒക്കെ ഹൈഡ്രജൻ ആണ്. സോ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് റിഡക്ഷൻ ആണ്. ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഇതോടുകൂടി തീർന്നു. ഒന്നുകൂടി പറയാം, വ്യക്തമായിട്ട് ഇങ്ങനെ പറയാം, വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റിയത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ബാർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്, അതാണ് ഓക്സിഡേഷൻ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ, റിഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ബാർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് ടേക്സ് പ്ലേസ്. ക്ലിയർ അല്ലേ അത്? അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ്. ആദ്യം ഓക്സിജൻ വെച്ചിട്ടുള്ളത് പറഞ്ഞു, പിന്നെ കുറച്ചും കൂടി ഹൈഡ്രജൻ വെച്ചിട്ടുള്ളത് പറഞ്ഞു, പിന്നെ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്, ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ്. ഈ കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇനി നോക്കിക്കോട്ടെ, ഇവിടെ
ഈ കാർബൺ എന്തുകൊണ്ടാണ് ഓക്സിഡൈസ് ചെയ്തത്? കാർബൺ ഓക്സിജനെ കിട്ടി, ആരാ കൊടുത്തത്? PbO. അപ്പോൾ PbO ഓക്സിഡേഷനെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ പേര് പറയും ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. എന്താ പേരെന്താ? ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റിന് വരുന്ന റിയാക്ഷൻ ഏതാണ്? റിഡക്ഷൻ ആണ്. അതേപോലെ PbO എന്തുകൊണ്ടാണ് റെഡ്യൂസ് ചെയ്തത്? ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റി. എന്തുകൊണ്ടാണ് റിമൂവ് ചെയ്യാൻ പറ്റിയത്? കാർബൺ അതിനെ വാങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ കാർബൺ എന്തിനെ സഹായിക്കുന്നുണ്ട്? റിഡക്ഷനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കാർബണെ നമുക്ക് പേര് പറയാം റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. റെഡ്യൂസിങ് ഏജന്റിന് വരുന്ന റിയാക്ഷൻ ഏതാണ്? ഓക്സിഡേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്സിഡൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് റെഡ്യൂസിങ് ഏജന്റും റെഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്തായിരിക്കും? ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. ഓക്സിഡൈസിങ് ഏജന്റിന് എന്താ റിയാക്ഷൻ വരിക? റിഡക്ഷൻ. റെഡ്യൂസിങ് ഏജന്റിന് എന്താ റിയാക്ഷൻ വരിക? ഓക്സിഡേഷൻ. ക്ലിയർ അല്ലേ ഈ കോൺസെപ്റ്റ്? ഇതാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് കോൺസെപ്റ്റ് ആണ് ദെൻ ഇലക്ട്രോണിക് കോൺസെപ്റ്റ്. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓക്കെ, എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ ഇലക്ട്രോണിക് കോൺസെപ്റ്റ്? അതിനു മുമ്പ് നോക്കൂ, ഇപ്പോൾ ലിഥിയം ആറ്റം, അറ്റോമിക് നമ്പർ 3, ന്യൂക്ലിയസിൽ 3 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ 3 പോസിറ്റീവ് ചാർജ്. കെ ഷെല്ലിൽ 2 ഇലക്ട്രോണും എൽ ഷെല്ലിൽ 1 ഇലക്ട്രോണും. അപ്പോൾ മൊത്തം 3 പോസിറ്റീവ് ചാർജ്, 3 നെഗറ്റീവ്, ന്യൂട്രലാണ്. നമ്മളിനി ഈ ഇലക്ട്രോണിനെ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഈ ഇലക്ട്രോണിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ എന്തായിട്ട് മാറും? ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? Li+. ക്ലിയർ അല്ലേ അത്? അപ്പോൾ ഒരു പോസിറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു ഇലക്ട്രോണിൻ്റെ ലോസ് ഉണ്ടെങ്കിൽ, അപ്പോൾ 2 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുക? Li2+. അതേസമയം ഇലക്ട്രോൺ എക്സസ് വന്നാൽ എന്തായിരിക്കും? ലിഥിയം മൈനസ്. ഇപ്പോൾ 3 ഇലക്ട്രോണും ഇവിടെ ഉണ്ട്, then ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഒരു ഇലക്ട്രോൺ എക്സസ് വരികയാണെങ്കിൽ ലിഥിയം മൈനസ് അയോൺ എന്നല്ലേ നമ്മൾ കാണിക്കുക. അപ്പോൾ ഇത് പഠിച്ചു വെക്ക്. ദെൻ പോസിറ്റീവ് അയോൺ എങ്ങനെ ഫോം ചെയ്യാം? ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ. നെഗറ്റീവ് ഇലക്ട്രോൺ എങ്ങനെ പോസിറ്റീവ് അയോൺ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ നെഗറ്റീവ് അയോൺ എങ്ങനെ ഫോം ചെയ്യുന്നത്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. നമുക്കിനി പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോൺസെപ്റ്റ്. നോക്കൂട്ടോ, ഈ സിങ്ക് എന്നുള്ളത് ഇയാൾ 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ എന്തായിട്ട് മാറും? സിങ്ക് 2+. ക്ലിയർ അല്ലേ അത്? സിങ്ക് 2+ + 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. മനസ്സിലായോ അത്? സിങ്ക് 2 ഇലക്ട്രോണിന്റെ ലോസ്. ദെൻ ഇനി അതേസമയം വേറെ റിയാക്ഷൻ Cu2+. ഇതിലേക്ക് 2 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? Cu. ഓക്കെ, ദെൻ ഇനി പുതിയ കോൺസെപ്റ്റിൽ പറയുന്നത് ഇലക്ട്രോണിന്റെ ലോസ് ഉള്ള റിയാക്ഷനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഇതാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ്. അപ്പോൾ എന്താ ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. ആ പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഉള്ള എന്തായിരിക്കും? റിഡക്ഷൻ ആയിരിക്കും. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ ആണ്. ഇനി ദെൻ ഇവിടെ നോക്കൊരു റിയാക്ഷൻ. ഇപ്പം നമ്മൾ Fe2+. എന്താ Fe2+ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി 2 ഇലക്ട്രോൺ ലോസ് ആണ്. ഒരു ഇലക്ട്രോണും കൂടി ലോസ് ചെയ്താൽ എന്തായിട്ട് മാറും? Fe3++ ഇലക്ട്രോൺ. അതും ഓക്സിഡേഷൻ ആണ്. ഇനി അടുത്ത് MnO4 2-. എന്താ അതിൻ്റെ മീനിങ്? 2 ഇലക്ട്രോൺ എക്സസ് ഉണ്ട്. MnO4- പ്ലസ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിൻ്റെ ലോസ്. ഇതൊക്കെ ഓക്സിഡേഷൻ ആണ്. അപ്പം എന്താ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് ലോസ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ്. ഇലക്ട്രോണിൻ്റെ ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് ഓക്സിഡേഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ റിയാക്ഷൻ Sn4+. എന്താ അതിൻ്റെ മീനിങ്? 4 ഇലക്ട്രോണിൻ്റെ ലോസ് ഉണ്ട്. 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ എന്തായിട്ട് മാറും? Sn2+ ആയിട്ട് മാറും. Sn2+. സൾഫറിലേക്ക് 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ എന്താ കിട്ടുക? S2- അയോൺ. ഈ റിയാക്ഷൻസിലൊക്കെ ഇലക്ട്രോണിൻ്റെ ഗെയിൻ ആണ് ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡക്ഷൻ. അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ലോസ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് എന്നാണെങ്കിൽ റിഡക്ഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഗെയിന്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ലോസ്. ക്ലിയർ അല്ലേ അത്? ഇതാണ് നമുക്ക് ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ലോസ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ്, വെറസ് റിഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഒരു കാര്യം കൂടി പറയാം. നമ്മൾ പറഞ്ഞിരുന്നു ദെൻ ഓക്സിഡൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്ന്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ലോസ് ഓഫ് ഇലക്ട്രോൺ ഉള്ള പ്രോസസ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഇലക്ട്രോൺ ലോസ് ചെയ്ത സബ്സ്റ്റൻസ് എന്തായിരിക്കും? ദെൻ അത് റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഉള്ള പ്രോസസ് റിഡക്ഷൻ ആണെങ്കിൽ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത സബ്സ്റ്റൻസ് എന്ത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ദെൻ ഇലക്ട്രോൺ ലോസ് ചെയ്ത സബ്സ്റ്റൻസ് ദെൻ റെഡ്യൂസിങ് ഏജന്റും ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത സബ്സ്റ്റൻസ് ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാം
അടുത്ത കാര്യങ്ങൾ നോക്കൂ. നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ് Zn വിൽ ഗിവ് Zn2++2 ഇലക്ട്രോൺ എന്ന് പഠിച്ചു. അതേപോലെ Cu2++2 ഇലക്ട്രോൺ വിൽ ഗിവ് Cu. ഓക്കെ, ദെൻ ഇത് നമ്മൾ പറഞ്ഞത് ഓക്സിഡേഷനാണ്, ഇത് പറഞ്ഞത് റിഡക്ഷനാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കുക എങ്ങനെ കിട്ടുക. Zn പ്ലസ് Cu2++2 ഇലക്ട്രോൺ വിൽ ഗിവ് Zn2++2 ഇലക്ട്രോൺ പ്ലസ് Cu. ഇവിടെ ഈ 2 ഇലക്ട്രോൺ അപ്പുറത്തും ഇപ്പുറത്തും ക്യാൻസൽ ചെയ്ത് പോകാം. അപ്പം നെറ്റ് റിയാക്ഷൻ എന്താ കിട്ടുക. Zn പ്ലസ് Cu2 പ്ലസ് ഗിവ്സ് Zn2++Cu. ഓക്കെ, ഇത് നെറ്റ് റിയാക്ഷൻ. നമുക്ക് ഈ റിയാക്ഷനെ പറയാം റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കൂ. ദെൻ ഇവിടെ ഇലക്ട്രോണിൻ്റെ ലോസും ഇലക്ട്രോണിൻ്റെ ഗെയിനും ഉണ്ട്, അല്ലെങ്കിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ നമുക്ക് വിളിക്കാം റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇവിടെ നോക്കൂ. ദെൻ ഇതാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ. ഇത് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഇതെന്തായിരിക്കും? റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും ഉണ്ട്, റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ഉണ്ട്. ദെൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിഡോക്സ് റിയാക്ഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. അല്ലെങ്കിൽ പറയാം, ഇവിടെ നോക്കും, സിങ്ക് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, Cu2+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ ഒരു റിയാക്റ്റൻ്റ് അടുത്ത റിയാക്റ്റൻസിന് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ്റെ പുതിയ ഡെഫിനിഷൻ എന്താണ്? ദെൻ എ റിയാക്ഷൻ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ റിയാക്റ്റൻസ്. റിയാക്റ്റൻസിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ വിളിക്കുന്ന പേരെന്താ? ദെൻ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ ആണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് ഹാഫ് റിയാക്ഷൻസ് ആക്കി മാറ്റാം. ഏതൊക്കെയാണത്? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും. ഇവിടെ നോക്കൂ, സിങ്ക് 2+ ആയിട്ട് മാറുന്നത് ഓക്സിഡേഷൻ ആണെങ്കിൽ Cu2+ Cu ആയിട്ട് മാറുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. ഓക്കെ, സിങ്ക് എന്ത് ഏജന്റ് ആണ് നമ്മൾ പറഞ്ഞത്? റെഡ്യൂസിങ് ഏജന്റ് ഓർ റിഡക്റ്റന്റ് ആണെങ്കിൽ കോപ്പർ എന്ത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ് ഓർ ഓക്സിഡന്റ് എന്ന് പറയാം. ഓക്സിഡൈസിങ് ഏജന്റ് ഓർ ഓക്സിഡന്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ എന്താ? ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ടേക്സ് പ്ലേസ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറ? റിഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ടേക്സ് പ്ലേസ്. ശരിയല്ലേ അത്? അങ്ങനെയാണെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ്? നമ്മൾ പറഞ്ഞു ഓക്സിഡൈസിങ് ഏജന്റിന് എന്താ റിയാക്ഷൻ എന്താ? ഓക്സിഡൈസിങ് ഏജന്റിന് എന്താ റിയാക്ഷൻ എന്താ? റിഡക്ഷൻ അല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോണോ ഗെയിൻ ഓഫ് ഇലക്ട്രോണോ? ദെൻ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ആണ്. അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോണർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഡോണർ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഡോണർ അത് റെഡ്യൂസിങ് ഏജന്റ്. മൂപ്പർക്ക് വരുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്ക് റിഡക്ഷൻ ആണ്. പക്ഷെ അയാൾ എന്ത് ഏജന്റ് ആണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചേക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ലോസ്, ഇലക്ട്രോണിന്റെ ഈ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളത് നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് മാറി പറഞ്ഞതാണ്, ശ്രദ്ധിക്കണേ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ദെൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ലോസ് ഓഫ് ഇലക്ട്രോൺ ദെൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് in which loss of electron takes place. Reduction is a process in which gain of electron takes place. എന്നിട്ട് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോണും റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഡോണർ ഓഫ് ഇലക്ട്രോണും. ക്ലിയർ അല്ലേ അത്? ആ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോണിക് കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇലക്ട്രോണിക് കോൺസെപ്റ്റിൽ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. അതിനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അടുത്ത പാർട്ട് നോക്കിയാലോ മക്കളെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. കോമ്പിറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ.
എന്താ ഇവിടെ നോക്കി, നമുക്ക് 2-3 എക്സ്പെരിമെൻറ്റ്. ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് 1 നമ്മൾ ചെയ്യുന്നത്, ഒരു ബീക്കർ എടുക്കുന്നു. ഈ ബീക്കറിലേക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്താ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്, ബ്ലൂ കളർ. നമ്മളതിലേക്ക് ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റാം? ആഫ്റ്റർ സം ടൈംസ് നിങ്ങളിതിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ സിങ്ക് റോഡിൻ്റെ മുകളിൽ ഒരു റെഡ് കളർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. റെഡ് കളർ അടിയിലും ഇതേപോലെ കുറച്ച് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഇതേപോലെ ഈ ബ്ലൂ കളർ ഓഫ് ദി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇങ്ങനെ കുറഞ്ഞിട്ട് കളർലെസ് ആയി മാറിയിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. എന്താണ് അതിന് റീസൺ? അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? എന്താണ് ഒന്ന്, സിങ്ക് റോഡ് ഈസ് കോട്ടഡ് വിത്ത് എ റെഡ് കളേർഡ് സബ്സ്റ്റൻസ്. അത് താഴെയും കുറേയൊക്കെ റെഡ് കളേർഡ് സബ്സ്റ്റൻസ് ഉണ്ടാവാം. അതേപോലെ ബ്ലൂ കളർ ഓഫ് ദി സൊല്യൂഷൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും, ബ്ലൂ കളർ അല്ലെങ്കിൽ ഡിസപ്പിയർ ആയിട്ടുണ്ടാവും. അതിന് കാരണം പറയുന്നത് ഈ സിങ്ക് സോളിഡ്. അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻ. സിങ്ക് സോളിഡ് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആക്കാം, അല്ലെങ്കിൽ കോപ്പർ നൈട്രേറ്റ് ആക്കാം. രണ്ടും കണക്ക് തന്നെയാണ്. കോപ്പർ നൈട്രേറ്റ് ഒക്കെ ബ്ലൂ കളർ തന്നെയാണ്, കോപ്പർ സൾഫേറ്റ് ഓർ കോപ്പർ നൈട്രേറ്റ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, Cu2+ അക്വസ്. സിങ്ക് സോളിഡ് Cu2+ അക്വസ് ആണെങ്കിൽ ഇവിടെ റിയാക്ഷൻ നടന്നിട്ട് Zn2+ അക്വസും പ്ലസ് Cu സോളിഡ് ആയിട്ട് മാറും. ഇവിടെ സിങ്ക് ഓക്സിഡൈസ് ചെയ്തു, Cu2+ റെഡ്യൂസ് ചെയ്തു. ആ Cu2+ ആണ് ഇതിൻ്റെ മുകളിൽ സിങ്ക് റോഡിൻ്റെ മുകളിൽ കോട്ട് ചെയ്തത് താഴേക്ക് വന്നത്. ദെൻ ഈ കോപ്പറാണ്. ദെൻ ഇനി ഇവിടെയുള്ള Cu2+ എന്തായിട്ട് മാറി? Cu ആയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ദെൻ അതാണ് ഈ കോപ്പറാണ് ഇവിടെ റെഡ് കളറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സിങ്ക് സൊല്യൂഷനിലേക്ക് പോയിട്ട് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയി. അത് സൾഫേറ്റ് ആയിട്ടാണെങ്കിൽ സിങ്ക് സൾഫേറ്റ്, നൈട്രേറ്റ് ആണെങ്കിൽ സിങ്ക് നൈട്രേറ്റ് സൊല്യൂഷനായി മാറും. അപ്പോൾ ഇവിടെ സിങ്ക്, അപ്പോൾ കളർ എന്ത് ചെയ്യും? കോപ്പർ Cu2+ കോപ്പർ സൾഫേറ്റിൻ്റെ കളറിൽ കോപ്പർ നൈട്രേറ്റിൻ്റെ കളർ ഡിസപ്പിയർ ചെയ്യും. അത് കാണാൻ ദെൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റിൽ ചില മെത്തേഡ് പറയുന്നുണ്ട്. നമ്മൾ ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഈ സൊല്യൂഷനിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്താൽ അത് ഇവിടെയുള്ള ഈ സിങ്ക് സൾഫറായിട്ട് സിങ്ക് സൾഫൈഡ് ആയിട്ട് മാറും. അത് വൈറ്റ് കളറാണ്. അതായത് ഈ സൊല്യൂഷനിൽ എന്തുണ്ട്? സിങ്ക് ഉള്ളത് കൊണ്ട് സിങ്ക് സൾഫൈഡ് ആയിട്ട് മാറും. Zn2+ ഉള്ളതുകൊണ്ട് ZnS സിങ്ക് സൾഫൈഡ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ആൽക്കലൈൻ സൊല്യൂഷനിൽ കുറച്ച് അമോണിയൊക്കെ ചേർത്താൽ കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ, സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫൈഡ് സൊല്യൂഷൻ. സിങ്കിന് കോപ്പർ സൾഫൈഡ് സൊല്യൂഷന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാം. നമ്മൾ പറയും സിങ്ക് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. സിങ്ക് ആരെക്കാളും റിയാക്റ്റീവാണ് കോപ്പറിനേക്കാളും. ഇനി നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത്രയുള്ള സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എടുക്കുന്നത് എക്സ്പെരിമെൻറ്റ് 2 നമ്മൾ എടുക്കുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനാണ്, ZnSO4 സൊല്യൂഷൻ. ഇത് ഇതിനൊക്കെ കളർലെസ് ആണ്, ZnSO4 അക്വ സൊല്യൂഷൻ. ഇതിലേക്ക് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യുന്നു. കോപ്പർ റോഡ് ഡിപ്പ് ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നു, ദെൻ കാര്യമായിട്ടൊരു ഒബ്സർവേഷനും ഉണ്ടാവില്ല. ദെൻ ഇവിടെ റിയാക്ഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ്? കോപ്പറിന് സിങ്ക് സൾഫേറ്റിന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ Cu2+ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മൂപ്പരി സൊല്യൂഷനിലേക്ക് എത്തേണ്ടതാണ്. അതിലൂടെ ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്താൽ Cus കോപ്പർ സൾഫൈഡ് അത് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ്, അത് ഉണ്ടാവണം. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നില്ല. എന്താ കാരണം? എന്താ? ഇവിടെ ഈ കോപ്പർ റോഡിന്ന് കോപ്പറിന് എന്ത് ചെയ്യാൻ പറ്റൂല? സിങ്ക് സൾഫേറ്റിന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവിടെ നോ റിയാക്ഷൻ, നോ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ എന്നാ പറയുക. അപ്പോൾ ആരാ അവിടുത്തെ മോർ റിയാക്റ്റീവ്? നമുക്ക് മനസ്സിലായി, കോപ്പർ മോർ റിയാക്റ്റീവ് ആണെങ്കിൽ സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യുമായിരുന്നു. പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സിങ്ക് ആണ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇനി ഇവിടെ അടുത്ത മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് AgNO3 സൊല്യൂഷൻ കളർലെസ് ആണ്. ഇതിലേക്ക് കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യുന്നു. ദെൻ ഈ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, റിയാക്ഷൻ എങ്ങനെയായിരിക്കും? Cu സോളിഡ് AgNO3 Ag+ അക്വസ്, Ag+2Ag+ എഴുതണം. അത് നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ദെൻ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ദെൻ സിൽവർ നൈട്രേറ്റ് ഈ സൊല്യൂഷൻ, അതായത് ഈ സൊല്യൂഷൻ പിന്നെ ബ്ലൂ കളറായിട്ട് വരും. നീല കളറായിട്ട് ഇങ്ങനെ വരും. അതേപോലെ താഴെ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും ഈ കോപ്പർ റോഡിൻ്റെ മുകളിൽ. എന്താ അതിന് കാരണം? എന്താ? Cu2+ഉം 2 സിൽവർ ആയിട്ട് മാറി, Ag സോളിഡ്, ദെൻ ഇത് അക്വസ് ആയിട്ട് മാറി. ഇവിടെ കോപ്പർ ആരെ ഡിസ്പ്ലേസ് ചെയ്തു? സിൽവർ നൈട്രേറ്റിന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു. ആരാ മോർ റിയാക്റ്റീവ്?
കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. മനസ്സിലാവുന്നുണ്ടോ? അത് നോക്കൂ, ഇവിടെ കോപ്പർ റോഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ച്? ആ സൊല്യൂഷൻ്റെ കളർ ബ്ലൂ ആയിട്ട് മാറി. അതേപോലെ കോപ്പറിൻ്റെ മുകളിൽ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ കാരണം? എന്താ? കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം എവിടുന്നാണ്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇതാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഒക്കെ ഈ ഒബ്സർവേഷന് കൊടുക്കുന്ന ഇക്വേഷന്. ഇവിടുന്ന് മനസ്സിലായി സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ഇവിടുന്ന് മനസ്സിലായി കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. ഇതേപോലെ റിയാക്ഷനാണ് കൊബാൾട്ട് സോളിഡ് നിക്കൽ സൾഫേറ്റിലേക്ക്, നിക്കൽ 2+ ആഡ് ചെയ്താൽ അക്വസ് ഈ കൊബാൾട്ട് നിക്കലിനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ കൊബാൾട്ട് 2+ അക്വസും അതേപോലെ നിക്കൽ സോളിഡ് ആയിട്ട് മാറും. ഇതും ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ നോക്കിയേക്ക്, ഇതൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്. നോക്കൂ, സിങ്ക് ഡിസ്പ്ലേസ് ചെയ്തു കോപ്പറിനെ കോപ്പർ നൈട്രേറ്റ് എന്ന്. ഇനി കോപ്പർ സിൽവർ നൈട്രേറ്റിന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്തു. കൊബാൾട്ട് നിക്കൽ സൾഫേറ്റിന് നിക്കലിനെ ഡിസ്പ്ലേസ് ചെയ്തു. അപ്പോൾ നോക്ക്, ഇതൊക്കെ നമുക്ക് ഇതേപോലെ ഈ കോമ്പറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കോമ്പറ്റീഷനാണ്, ആരാണ് ജയിക്കുന്നുള്ളത്, ഒരു കോമ്പറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ. ഇനി ഇങ്ങനെ ഇവിടെ നമ്മൾ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് മെറ്റൽസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പേര് പറയും റിയാക്ടിവിറ്റി സീരീസ്. എന്താ പേരെന്താ? റിയാക്ടിവിറ്റി സീരീസ് ഓർ ആക്ടിവിറ്റി സീരീസ് ഓർ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്നൊക്കെ പറയാം. ഇലക്ട്രോകെമിക്കൽ സീരീസ്, ആക്ടിവിറ്റി സീരീസ് ഓർ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്നൊക്കെ പേര് പറയും. നമ്മളത് വിശദമായിട്ട് സെക്കൻഡ് ഇയറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോമ്പറ്റേറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷനിൽ എന്താ നമ്മൾ പറഞ്ഞത്? ചില മെറ്റലിന് ബാക്കിയുള്ള മെറ്റൽ സാൾട്ട് സൊല്യൂഷന് ബാക്കിയുള്ള മെറ്റലിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ നൈട്രേറ്റ്. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചോണം. ഇതിൽ സിങ്ക് ഓക്സിഡൈസ് ചെയ്തു, Cu2+ റെഡ്യൂസ് ചെയ്തു. ഇവിടെ കൊബാൾട്ട് ഓക്സിഡൈസ് ചെയ്തു, നിക്കൽ 2+ റെഡ്യൂസ് ചെയ്തു. ക്ലിയർ അല്ലേ ഈ കാര്യങ്ങൾ? ശ്രദ്ധിക്കുക, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ നമ്പർ. എന്താണ് ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കേൾക്കുന്നതാണ്. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ നോക്കൂ കേട്ടോ, ഞാനൊരു പറയാം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൽ നിങ്ങൾക്കറിയാം സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ എന്താണ്? -1. കറക്റ്റാണ്. മെഗ്നീഷ്യം ഓക്സൈഡിൽ മെഗ്നീഷ്യം +2, ഓക്സിജൻ -2. എന്താണ് ഈ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾ പറ. ചിലർക്കെങ്കിലും ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇവിടെ ബോണ്ട് അയോണിക് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണ്, ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോണ്. ഈ സോഡിയം ഒരു ഇലക്ട്രോണിന് ക്ലോറിന് കൊടുത്തു. അപ്പോൾ Na+ അയോണുമായി Cl- അയോണുമായി. മെഗ്നീഷ്യം അതേപോലെ 2 ഇലക്ട്രോണിന് ഓക്സിജനെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പോൾ +2, ഇയാൾ -2. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും എങ്ങനെ, എത്ര ഇലക്ട്രോൺ ലോസ്, എത്ര ഇലക്ട്രോൺ ഗെയിന്, അതാണ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നതെന്ന്. ഈ കേസിൽ അത് കറക്റ്റാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ അതേസമയം HCl മോളിക്യൂൾ എടുത്ത് നോക്കും നിങ്ങൾ. അവിടെ എങ്ങനെയാണ് ബോണ്ട്? ഹൈഡ്രൻ്റെ ഔട്ടർ മോഷനിൽ ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോഷനിൽ 7 ഇലക്ട്രോൺ. ഇവിടെ ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ കൊടുക്കലും വാങ്ങലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ കേസിൽ ഇത് മാത്രം പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നു ഇവിടെ ആരാ മോർ ഇലക്ട്രോൺ നെഗറ്റീവ്? ക്ലോറിൻ ആണ്. അപ്പോൾ ഇയാൾക്ക് Δ- ഇയാൾക്ക് Δ+ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവായ ക്ലോറിന് കിട്ടിയെന്നാണ്ട് അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്തായിരിക്കും? +1, ഇയാൾക്ക് -1. ആക്ച്വലി മുഴുവൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ ബോണ്ട് അയോണിക് ആണോ? അല്ല. പക്ഷെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? അയോണിക് ആണെന്ന് കൺസിഡർ ചെയ്യാണ്. എങ്ങനെ അപ്പോൾ കൺസിഡർ ചെയ്യുന്നത്? മോർ ഇലക്ട്രോൺ നെഗറ്റീവായ ആറ്റത്തിന് ആ ഇലക്ട്രോണിനെ കിട്ടിയെന്ന് അസ്യൂം ചെയ്യുമ്പോൾ അയാൾക്കുള്ള ചാർജിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. എങ്ങനെ പറയുന്നത്? ഡെഫിനേഷൻ ഒന്നും വലിയ കാര്യമില്ല, എത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി ചാർജ് ഗിവൺ ടു ആൻ എലമെന്റ് ഇഫ് ഓൾ ബോണ്ട്സ് വെർ കൺസിഡേർഡ് ടു ബി അയോണിക്. എല്ലാ ബോണ്ടും അയോണിക് ആണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ആറ്റത്തിന് കിട്ടുന്ന ചാർജിനെ പറയുന്ന പേരാണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ഇറ്റ് ഈസ് ദി ചാർജ് ഗിവൺ ടു ആൻ എലമെന്റ് ഇഫ് ഓൾ ബോണ്ട്സ് വെർ കൺസിഡേർഡ് ടു ബി അയോണിക്. ബുദ്ധിമുട്ടുണ്ടോ പറഞ്ഞത്? അല്ലെങ്കിൽ NCERTയുടെ ഒരു ഡെഫിനേഷൻ ഇങ്ങനെ ഉണ്ട്: ഓക്സിഡേഷൻ നമ്പർ ഈസ് ദി സ്റ്റേറ്റ് ഓഫ് ഓക്സിഡേഷൻ of an element in a compound calculated according to certain rules
based on the assumption that electrons in a covalent bond entirely belongs to more electron negative atom. എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ഓഫ് ഓക്സിഡേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചില റൂൾസ് അനുസരിച്ച്. എന്താണ് ആ റൂൾ? എങ്ങനെ ഉണ്ടാക്കിയ റൂളാണ്? ഒരു കോവാലന്റ് ബോണ്ടിലുള്ള ഇലക്ട്രോണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവായ ആറ്റത്തിനാണെന്ന് അസ്യൂം ചെയ്തിട്ട് കുറച്ച് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസ് ദെൻ വെച്ചിട്ട് ഒരു ആറ്റത്തിന് കിട്ടുന്ന ചാർജിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ഇത്രേ പഠിക്കേണ്ടത്, ഒരു കോവാലന്റ് ബോണ്ടിൽ ഇലക്ട്രോൺ ആർക്കായിരിക്കും? മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിനായിരിക്കും. അത് അസ്യൂം ചെയ്തിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ എന്താന്നുള്ളത് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്നുള്ളത്. ഈ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചില റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നോക്കിയാലോ? റൂൾസ് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ റൂള്, എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റിൽ, എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റ്, ദെൻ ഒരു എലമെന്റിന്റെ എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റ് എന്താ അത് ഉദ്ദേശിക്കുന്നത്? ഓക്സിജൻ O2 ആയിട്ട്, നൈട്രജൻ N2, ഹൈഡ്രജൻ H2, ഹീലിയം, അയൺ, കൊബാൾട്ട് ദെൻ ഇതേപോലെ ദെൻ ഓക്കെ ഓസോൺ O3, പിന്നെ ഫോസ്ഫറസ് P4, സൾഫർ 8 കൂടിയിട്ട് S8. ഇതൊക്കെ എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റ് ആണ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ റൂള്. ഇവിടെയൊക്കെ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ 0. എന്താ പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ ഇറ്റ്സ് എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റ് ഈക്വൽ ടു 0. ഒരു സബ്സ്റ്റൻസിന്റെ എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ റൂള്. ബുദ്ധിമുട്ടില്ലല്ലോ. എലമെന്ററി ഓർ ഫ്രീ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? 0. ഇനി രണ്ടാമത്തെ റൂള്, ഇൻ മോണോ അറ്റോമിക് ആണ്. എന്താ ഈ മോണോ അറ്റോമിക് അയോൺ? ഒരു ആറ്റം മാത്രമുള്ള അയോൺ, Na+, Cl-, S2-, ഇതൊക്കെ മോണോ അറ്റോമിക് അയോൺ ആണ്. H+, ദെൻ അതേസമയം OH-, ഇതൊക്കെ പോളി അറ്റോമിക് അയോൺ ആണ്. അതല്ല, മോണോ അറ്റോമിക് അയോണിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജിന് ഈക്വൽ ആണ്. അപ്പോൾ Na+ൽ ഓക്സിഡേഷൻ നമ്പർ എന്താ? +1. ഇവിടെ എന്തായിരിക്കും? -1. ഇവിടെ എന്തായിരിക്കും? -2. ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? +1. അപ്പോൾ എന്താ റൂൾ? എന്താ രണ്ടാമത്തെ റൂൾ? എന്താ? ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ ഇറ്റ്സ് മോണോ അറ്റോമിക് അയോൺ ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ ദി അയോൺ. എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്? ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് രണ്ടാമത്തെ റൂള് പറയുന്നത്. സെക്കൻഡ് റൂള് പറയുന്നത് ദെൻ ഓക്സിഡേഷൻ നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? ചാർജ് ഓഫ് അയോൺ. ഏത് കേസിൽ? മോണോ അറ്റോമിക് അയോണിൽ. മൂന്നാമത്തെ റൂള് പറയുന്നത് ശ്രദ്ധിക്കണേ. തേർഡ് റൂൾ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലൂറിൻ ഈക്വൽ ടു -1 ആണ് എല്ലാ കോമ്പൗണ്ടിലും. ബിക്കോസ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആണ്. most electron negative element. So then oxidation number of fluorine equal to -1 because and the reason and then most electron negative element ആണ് fluorine. ബാക്കി ഹാലജൻസ് ഉണ്ടല്ലോ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇവർക്കൊക്കെ -1 സാധാരണ കാണും, പക്ഷേ പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ പോസിബിൾ ആണ് ബാക്കിയുള്ള ഹാലജന്. അപ്പോൾ ഫ്ലൂറിന് മാത്രം -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി നാലാമത്തെ റൂളാണ്, നോക്കൂ നാലാമത്തെ റൂള്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈക്വൽ ടു -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്, പെറോക്സൈഡിൽ -1 ആണത്ര. ഒരു എക്സാമ്പിൾ, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, ദെൻ ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ, ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ ഇയാൾ അടുത്തേക്ക്, പക്ഷെ ഇവിടെ ഈക്വൽ ഓക്സിജൻസ് ആണ്, അപ്പോൾ ഷെയറിങ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇലക്ട്രോണിനെ കിട്ടാനുള്ളൂ, ഇവിടുന്ന് -1. അപ്പോൾ പെറോക്സൈഡിൽ എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? -1 ആണ്. പക്ഷേ H2O എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, H2O അങ്ങനെയാണ്, ഷെയർ ചെയ്യുമ്പോൾ ഇതിനും വലിക്കും ഇതിനും വലിക്കും, അപ്പോൾ ഇയാൾക്ക് -2, ഇയാൾക്ക് +1. പക്ഷേ ഹൈഡ്രജൻ പെറോക്സൈഡിൽ എത്ര ഓക്സിഡേഷൻ നമ്പർ? പെറോക്സൈഡ് ലിങ്കേജ് വന്നുകൊണ്ട് -1 ആണ് ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരു എക്സെപ്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ എക്സെപ്ഷൻ ആണ് OF2. ഓക്സിജന്റെ ഫ്ലൂറൈഡ് ആണോ അതോ ഫ്ലൂറിന്റെ ഓക്സൈഡ് ആണോ? അത് ഓക്സിജന്റെ ഫ്ലൂറൈഡ് എന്നാ പറയാ. കാരണം എന്താ? മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയത് ഫ്ലൂറിൻ ആണ്. സോ ഇവിടെ ഫ്ലൂറിന് -1 ആണ്, രണ്ടാൾക്കുണ്ട്, അപ്പോൾ ഓക്സിജന് +2 ആയിരിക്കും. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് OF2 എത്രയാണ്? +2. ഓർത്ത് വെച്ചേക്ക്, ഇത് ചോദിക്കലുണ്ട്. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് OF2 +2 ആണ്. പക്ഷെ അവിടെ ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതും ചോദിക്കലുണ്ട്, -1 തന്നെയാണ്. ദെൻ മൂന്നാമത്തെ എക്സെപ്ഷൻ ഉണ്ട് ഇവിടെ, O2F2. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആയിരിക്കും O2F2. ഒരു എക്സെപ്ഷനും കൂടി ഉണ്ട്, KO2. എന്താ അതിന്റെ പേരെന്താ അറിയോ? പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡാണ്.
സൂപ്പർ ഓക്സൈഡ്. എന്താ ഈ സൂപ്പർ ഓക്സൈഡിൽ പൊട്ടാസ്യം +1 ആണ്. അപ്പോൾ 2 ഓക്സിജന് -1 മതി, ഒരാൾക്ക് -½ ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും അതിൻ്റെ എക്സെപ്ഷനും. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ കോമ്പൗണ്ടിലും -2, എക്സെപ്ഷൻ ഉണ്ട് പെറോക്സൈഡിൽ -1, OF2ൽ +2, O2F2ൽ +1, സൂപ്പർ ഓക്സൈഡിൽ -½ ക്ലിയർ അല്ലേ ഈ പറഞ്ഞത്? ഇതാണ് 4ാമത്തെ റൂള്. 5ാമത്തെ റൂള് ശ്രദ്ധിക്കുക. 5ാമത്തെ റൂള് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ് എല്ലാ കോമ്പൗണ്ടിലും. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. അയോണിക് ഹൈഡ്രൈഡ്. എന്താ ഈ അയോണിക് ഹൈഡ്രൈഡ്? NaH ദെൻ KH. ഇവിടെയൊക്കെ എന്തായിരിക്കും? സോഡിയം +1 ആണ്, ഹൈഡ്രജൻ -1 ആണ്. ദെൻ അയോണിക് ഹൈഡ്രൈഡ്സിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? -1 ആണ്. എത്ര കിട്ടുന്ന എത്രയാണ്? -1. ഇതാണ് 5th റൂള്. നോക്കൂ 6th റൂള് ഞാൻ ഇവിടെ എഴുതാട്ടോ. 6th റൂള് പറയുന്ന ആൽക്കലി മെറ്റൽസ് കേട്ടിട്ടുണ്ടോ? ആൽക്കലി മെറ്റൽസ് ആരൊക്കെയാണ് ആൽക്കലി മെറ്റൽസ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇനി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആരാ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബെറിലിയം, പിന്നെ മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവർക്ക് ആൽക്കലി മെറ്റൽസിന് സാധാരണ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കോമൺ ആയിട്ട്. ആൽക്കലി മെറ്റൽസിന് ഏതാ നമ്മൾ പറഞ്ഞത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം ഒക്കെ +1. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് ഏതായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +2 ആയിരിക്കും. ഇതാണ് അടുത്ത 6th റൂള് പറയുന്നത്. ഇനി 7th റൂള് ഞാൻ ഇവിടെ എഴുതാം. 7th റൂള് ശ്രദ്ധിക്കണേ. 7th റൂള് അപ്പം നമ്മൾ ഒരു ന്യൂട്രൽ മോളിക്യൂൾ എടുക്കുന്നു. ദെൻ H2SO4. ഇതിൽ ഓരോ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ആൾജിബ്രൈക് സം 0 ആയിരിക്കും. നോക്കാം. ദെൻ ഹൈഡ്രജന് +1, അങ്ങനെ 2 എണ്ണം പ്ലസ്. സൾഫറിന് നമ്മൾ 6 ആണ് കിട്ടുക. -2 × 4. ഓക്സിജന് -2 4 എണ്ണം. ദാറ്റ് ഈസ് ഈക്വൽ 2 + 6 8 -8 8 - 8 = 0 എന്ന് കിട്ടി. ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എടുത്താൽ 0 ആണ് കിട്ടുക. അതേസമയം ഒരു പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ ഇപ്പോൾ PO4 3- ആണ്. ഈ കേസിൽ നിങ്ങൾക്ക് കിട്ടുക ഫോസ്ഫറസിന് +5 ആണ്, ഓക്സിജന് -2 × 4 ആണ്. ഇത് ചെയ്താൽ 5 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു -3. അതിവിടെയുള്ള ഓക്സിഡേഷൻ ഇതിൻ്റെ ചാർജ് തന്നെ ആയിരിക്കും. ഈ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ചാർജ് ആയിരിക്കും. ഇപ്പോൾ സൾഫേറ്റ് ആണെങ്കിൽ SO4 2-. ഇവിടെ ഓരോരുത്തരും ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്താൽ 2- കിട്ടും. അതിൻ്റെ ചാർജാണ് കിട്ടുക. ഇത്രയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾസ്. ഒന്ന് നോക്കിയാലോ, 1 by 1 ആയിട്ടൊന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഒന്ന് ദെൻ ഫ്രീ സ്റ്റേറ്റ് ഓർ എലമെൻ്ററി സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 0. 2 മോണോ അറ്റോമിക് അയോണിൽ ചാർജ് ഓൺ ദി അയോണിന് ഈക്വൽ ആണ് ഓക്സിഡേഷൻ നമ്പർ. 3 ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ് എല്ലാ കോമ്പൗണ്ടിലും. ഇനി 4 ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2 ആണ് എല്ലാ കോമ്പൗണ്ടിലും. എക്സെപ്ഷൻ ഉണ്ട്. പെറോക്സൈഡിൽ -1 ആണ്, OF2ൽ +2 ആണ്, O2F2ൽ +1 ആണ്, സൂപ്പർ ഓക്സൈഡിൽ -½ ആണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ദെൻ അടുത്ത് 5ാമത്തെ റൂള് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാ കോമ്പൗണ്ടിലും +1 ആണ് എക്സെപ്റ്റ് ഇൻ അയോണിക് ഹൈഡ്രൈഡ്. അയോണിക് ഹൈഡ്രൈഡിൽ -1 ആണ് കിട്ടുക, -1. ഇനി 6th റൂള് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ആൽക്കലി മെറ്റൽസിന് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 7th റൂള് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ ദ കേസ് ഓഫ് ന്യൂട്രൽ മോളിക്യൂള് ദെൻ സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ഓൾ എലമെൻറ്റ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? 0 ആയിരിക്കും. അതേസമയം ഇൻ ദ കേസ് ഓഫ് ദെൻ പോളി അറ്റോമിക് അയോൺ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ചാർജിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂൾസ്. ഇത് കാണാതെ പഠിക്കണം, മനസ്സിലാക്കണം. ഇതിൽ ഒബ്ജക്റ്റീവിലൊക്കെ ഈ ചോദ്യമൊക്കെ വരലുണ്ട്. OF2ൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2. ദെൻ അത് തെറ്റിപ്പോലെ. പക്ഷെ ചിലർക്ക് തെറ്റെന്താ പറയുക? OF2ൽ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിക്കും. ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബടി എന്തെന്നെയാണ്? ദെൻ -1 തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിലപ്പോൾ എക്സാമിൽ ചോദിച്ചത് ഹാലജൻസ് തന്നിട്ട് അതിൽ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം തരുന്നത് ആർക്കാന്നുള്ളത്. -1 ആര് മാത്രമേ കാണിക്കുള്ളൂ? -1 മാത്രം കാണിക്കുന്ന എലമെൻ്റ് ആരായിരിക്കും? ഫ്ലൂറിനായിരിക്കും. ഓക്കെ, അത് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കൂല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾസ്. അപ്പോൾ അത് കാണാതെ പഠിക്കണേ, മനസ്സിലാക്കണേ. നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത മക്കളെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾസ് നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാലോ? നോക്കട്ടെ, ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് അണ്ടർലൈൻഡ് എലമെൻറ്റ്സ്. എങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് അണ്ടർലൈൻഡ് എലമെൻറ്റ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിക്കോട്ടെ. H2SO4
H2SO4 ആയിക്കോട്ടെ സൾഫറിൻ്റെ കണ്ടുപിടിക്കണം. നോക്കൂ, ദെൻ നമ്മളെങ്ങനെ പറയാം? നമുക്കറിയാവുന്നത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു +1 ആണ്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈക്വൽ ടു -2 ആണ്. ലെറ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ബി എന്ത് കൊടുക്കുക? എക്സ് എന്ന് കൊടുക്കുക. എക്സ് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ 7th റൂൾ, ലാസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. ഹൈഡ്രജന് +1 ആണ്, അങ്ങനെ 2 ആൾക്കാർ, പ്ലസ് സൾഫറിന് എക്സ് എന്ന് കൊടുത്തു. ഓക്സിജന് -2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ 2 + x - 8 = 0, x - 6 = 0, x = +6. എന്താ H2SO4ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +6. കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദെൻ PO4 3- നേരത്തെ പറഞ്ഞത് ഫോസ്ഫറസിൻ്റെ ആണ് കാണേണ്ടത്. നമുക്കറിയുന്നത് ഓക്സിജൻ്റെ എത്രയാണ്? -2. ഞാൻ ഈ സ്റ്റെപ്പ് എഴുതുന്നില്ല. എക്സ് പ്ലസ് ഓക്സിജന് -2 × 4. മക്കളെ പറ, എന്താ ആൻസർ? -3. ദെൻ ഇനി അപ്പോൾ എന്താ കിട്ടേണ്ടത്? ഇതിൻ്റെ ചാർജിന് ഈക്വൽ അല്ലേ? x - 8 = -3 ഓർ x = ഇത് അപ്പുറത്തേക്ക് കൊണ്ട് എന്താ +8, അപ്പോൾ +5 എന്ന് കിട്ടും. ഇവിടെ ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5. ക്ലിയർ അല്ലേ അത്? ഇനി കുറച്ച് എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ദെൻ ഇവിടെ നോക്കൂ, KMnO4. എങ്ങനെ നമ്മൾ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാം? നിങ്ങൾക്കറിയാം പൊട്ടാസ്യത്തിന് +1, മാംഗനീസിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. ഇനി ഓക്സിജന് -2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 1 + x - 8 = 0, x - 7 = 0, x = +7. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾസ്. ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ ഏത് എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് പഠിക്കണേ, ഇത് ഓരോന്ന് ചെയ്ത് പഠിക്കണം. ഞാൻ കുറച്ച് എക്സാമ്പിൾ തരാം, നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിക്കോട്ടെ. K2Cr2O7. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ MnO4-. ആറാമത്തെ ക്വസ്റ്റ്യൻ K2MnO4. ദെൻ ഇനി ഏഴാമത്തത് SO4 2-. ഇവിടെ മാംഗനീസ്, ഇവിടെ ക്രോമിയം, ഇവിടെ മാംഗനീസ്, ഇവിടെ സൾഫർ. എട്ടാമത്തത് പിന്നെ HNO3 നൈട്രജൻ. ദെൻ ഇനി ഒമ്പതാമത്തത് HClO4 ക്ലോറിൻ. പത്താമത്തെ 10th ക്വസ്റ്റ്യൻ ഇങ്ങനെ ആക്കാം, H2C2O4. ദെൻ 11th ക്വസ്റ്റ്യൻ CO3 2-, കാർബണേറ്റിൽ കാർബൺ. 12th ക്വസ്റ്റ്യൻ Mn2O7. ദെൻ 13th NH3 അമോണിയയിൽ നൈട്രജൻ. 14th ക്വസ്റ്റ്യൻ FeCl3. ദെൻ ഇവിടെ നമ്മളെങ്ങനെയൊക്കെയാണ് ക്ലോറിന് -1 എന്ന് കൊടുക്കും കേട്ടോ, FeCl3. ദെൻ ഇനി Fe2O3 അയൺഡ്, Fe2O3. നൗ 16th one HClO2 ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദെൻ 17th one BrO3- ബ്രോമിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 18th one Cr2O7 2-. ദെൻ 19th one ഇവിടെ ക്രോമിയത്തിൻ്റെ. 19th one MnO4 2-, മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 19th one Pb3O4 ലെഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതൊക്കെ ചെയ്ത് പഠിക്കണം. 20 ദെൻ CH4 കാർബൺ. 21 CCl4 കാർബൺ. 22 ദെൻ C6H12O6. നൗ 23 CH2Cl2. ഇങ്ങനെ കുറേ കോമ്പൗണ്ട്, ഇതിലൊക്കെ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആട്ടോ കാണേണ്ടത്. കാർബൺ നിങ്ങൾ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ചില ഡിസ്കഷൻസ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് അതിൻ്റെ പേര്. ഇവിടെ നിങ്ങൾ ചെയ്തപ്പോൾ ദെൻ +12 ആർക്കെങ്കിലും കിട്ടിയോ? +12 അത് കിട്ടിയാൽ തെറ്റാണ്. എന്തായിരിക്കും അതിന് കാരണം എന്നറിയോ? ഇത് ചെയ്യുമ്പോൾ +1 × 2 പൊട്ടാസ്യത്തിന് പ്ലസ്, ക്രോമിയത്തിന് എക്സ് ആണെങ്കിൽ 2x എന്ന് കൊടുക്കണം, പ്ലസ് -2 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ വരിക. അപ്പോൾ 2 + 2x -14 = 0. അപ്പോൾ x = +6 ആണ് ഇവിടെ വരിക. +6 ആണ് വരേണ്ടത്. ചെയ്ത് നോക്കണേ. ഇവിടെ +7 എന്നാണ് വരിക, ഇവിടെ +6 ആണ് വരിക. ദെൻ ഇവിടെ +6 ആണ്. ചെയ്ത് നോക്കൂ കേട്ടോ. ഇവിടെ +5, ദെൻ ഇവിടെ +7. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ ഇനി ഇവിടെ Mn2O7 മാംഗനീസിന്
2x ഓക്സിജന് -2 × 7 അങ്ങനെ കൊടുത്താൽ കിട്ടും. ദെൻ ഇതൊക്കെ ഇവിടെ അതേപോലെ 2x എന്ന് കൊടുക്കേണ്ടി വരും. ഓരോന്നിൻ്റെ ഓക്സിഡേഷൻ നമ്പറും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, കിട്ടും. എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. CH4ൽ കാർബൺ എക്സ്, ദെൻ ഇയാൾക്ക് +1 × 4, അപ്പോൾ ഇയാൾക്ക് -4. അതേസമയം ഇവിടെ വരുമ്പോൾ ക്ലോറിൻ ആണ് -1 × 4, സോ ഇയാൾക്ക് +4 ആണ് വരിക. കാർബൺ ഇവിടെ +4 ആണ്. ഇതിലെത്ര വരിക നിങ്ങൾ ചെയ്ത് നോക്കിയോ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്താ കിട്ടിയത്? 6x ദെൻ +12 -2 × 6 -12. അപ്പോൾ ദെൻ x = 0 എന്ന് കിട്ടും. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ +x +2 -2 ഇവിടെ അതേപോലെ 0 ആണ് വരിക. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താകാം? 0 വരാം. ഓക്സിഡേഷൻ നമ്പർ 0 വരാം. അപ്പോൾ നമ്മൾ നോക്കിയേക്കും. ദെൻ അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. നന്നായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ അടുത്ത നമ്മൾ ടോപ്പിക്കിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഈ പാർട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഈ വാലൻസി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ദെൻ വാലൻസി, കമ്പൈനിങ് കപ്പാസിറ്റി, അതും നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പറും വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ദെൻ കാർബണിൻ്റെ വാലൻസി 4 ആണ്, പക്ഷേ ഓക്സിഡേഷൻ നമ്പറിൽ എന്തുണ്ട്? ദെൻ വേരിയബിളായിട്ട് 0 ഒക്കെ വരുന്നുണ്ട്. അതേപോലെ വാലൻസി നമ്മൾ കമ്പൈനിങ് കപ്പാസിറ്റി ഒരു മിയർ നമ്പറായിട്ടാണ് പറയാം, പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ പ്ലസ് മൈനസ് അങ്ങനെയാണ് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പഠിച്ചു. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂൾസ് പഠിച്ചു. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിച്ചേക്കേട്ടോ. ഇനി നോക്കൂ, നമ്മൾ അടുത്തത് നമ്മൾ റിഡോക്സ് റിയാക്ഷന് നമ്മൾ ക്ലാസിക്കൽ കോൺസെപ്റ്റ്, then അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് കോൺസെപ്റ്റ്, മൂന്നാമത്താണ് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് പഠിക്കുന്നത്. എന്താണ് ഈ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ? ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇവിടെ നോക്കൂ കേട്ടോ, ഒരു റിയാക്ഷൻ Zn നമ്മൾ നേരത്തെ പറഞ്ഞ Zn2++2 ഇലക്ട്രോൺ, ഇത് ഓക്സിഡേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ Fe2+, Fe3++ ഇലക്ട്രോൺ എഴുതിയതാണത്. റിഡക്ഷൻ നമ്മൾ എന്താ എക്സാമ്പിൾ? Cu2++2 ഇലക്ട്രോൺ വിൽ ഗീവ് Cu, അല്ലെങ്കിൽ Sn4++2 ഇലക്ട്രോൺ വിൽ ഗീവ് Sn2+. ഇതായിരുന്നു റിഡക്ഷൻ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നത്. നോക്കൂ, ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ സിങ്കിന് 0 ആണ്, ഇവിടെ 2+ ആണ്, ഇവിടെ 2+, ഇവിടെ 3+. ഈ റിയാക്ഷനിലൊക്കെ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ഉണ്ട്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻക്രീസസ്. ഒരാൾ ഓക്സിഡേഷൻ നമ്പറെങ്കിലും ഇൻക്രീസ് ചെയ്യണം, ദെൻ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2+ ഉള്ളത് 0 ആയിട്ട് മാറുന്നു, ഇവിടെ 4+ ഉള്ളത് 2+ ആവുന്നു. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ദാറ്റ് റിയാക്ഷൻ ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് അണ്ടർഗോ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻക്രീസസ്, അല്ലെങ്കിൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ടേക്സ് പ്ലേസ്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? റിഡക്ഷൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? എളുപ്പമല്ലേ ഈ പറയുന്നത്? അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ട്, ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ മെത്തേഡാണ് ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസും ഉണ്ടാവും, ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസും ഉണ്ടാവും. ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓക്സിഡേഷൻ മാത്രമായിട്ട് നടക്കൂല, അല്ലെങ്കിൽ റിഡക്ഷൻ മാത്രമായിട്ട് നടക്കൂല, രണ്ടും കൂടി ഒന്നിച്ചേ നടക്കുള്ളൂ. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അടുത്തൊരു ചെറിയൊരു പോർഷനും കൂടി നമ്മൾ പറഞ്ഞിരുന്നു, സിങ്ക് ഓക്സിഡൈസ് ചെയ്തു, സിങ്ക് 2+ ആയി. അതുകൊണ്ട് തന്നെ സിങ്ക് നമ്മൾ പേര് പറയും റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ് എന്നാ വിളിക്കാം. റിഡക്റ്റന്റ്. അപ്പോൾ എന്താ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത സബ്സ്റ്റൻസ് എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ഓർ റിഡക്റ്റന്റ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത സബ്സ്റ്റൻസ് എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് ഓർ ഓക്സിഡന്റ് ആണ്. അപ്പോൾ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. എന്താ ഇപ്പോൾ അതിൽ പറഞ്ഞത്? ഡെഫിനിഷൻസ് നോക്കൂ. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ടേക്സ് പ്ലേസ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ടേക്സ് പ്ലേസ്.
ഡിക്രീസ് ഉണ്ടെങ്കിൽ അത് റിഡക്ഷൻ ആണ്. ഇൻക്രീസ് ഉള്ള പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇനി എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് വരുന്ന റിഡക്ഷൻ ആണല്ലോ. അതായത് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത സബ്സ്റ്റൻസ് അല്ല, നമുക്ക് ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡൈസിങ് റിഡക്ഷൻ. അപ്പോൾ ദ സ്പീഷീസ് അത് പ്രോസസ് അല്ല, ആ സബ്സ്റ്റൻസ് ആണ്. സ്പീഷീസ് വിച്ച് അണ്ടർഗോ എന്തായിരിക്കും? വിച്ച് അണ്ടർഗോ ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ. ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോ ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ, അതിനെ പറയുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അല്ലെങ്കിൽ പറയാറുണ്ട് ഇയാളാണ്, ഇപ്പോൾ ഈ രണ്ട് റിയാക്ഷനും കൂടി കമ്പൈൻ ചെയ്താൽ ഇയാളാണ് ഇയാളുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ കാരണം. അതുകൊണ്ട് ഇയാളെ പറയും ഓക്സിഡൈസിങ് ഏജന്റ്. എങ്ങനെ പറഞ്ഞാൽ എന്താണ്? ദ സ്പീഷീസ്, നമ്മൾ പറഞ്ഞ ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോ ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ഓർ ദ സ്പീഷീസ് വിച്ച് ഇൻക്രീസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് അൻ എലമെന്റ് ഇൻ നെക്സ്റ്റ് കോമ്പൗണ്ട്, അല്ലെങ്കിൽ അടുത്ത കോമ്പൗണ്ടിൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ആൾ അത് ഇയാളാണ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പം എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്ത വസ്തു എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ്. അതേപോലെ റെഡ്യൂസിങ് ഏജന്റോ റിഡക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് ഓക്സിഡേഷനാണ് വരിക. ഇപ്പൊ സ്പീഷീസ് വിച്ച് ദെൻ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ടേക്സ് പ്ലേസ്. ദെൻ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദെൻ അയാൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ദെൻ ഇനി അല്ലെങ്കിൽ ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദെൻ എന്താ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇയാൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ വേറൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇയാൾ Cu2+ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇയാൾ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഇയാൾക്ക് എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എത്രയായിരുന്നു? എന്തായിരുന്നു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻക്രീസസ്. ദെൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഡിക്രീസസ്. ഇനി എന്താ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ സ്പീഷീസ് വിച്ച് ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ടേക്സ് പ്ലേസ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഉള്ള ആളെന്തായിരിക്കും? റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസ് ചെയ്യും, റെഡ്യൂസിങ് ഏജന്റ് ഓക്സിഡൈസ് ചെയ്യും. ക്ലിയർ ആണല്ലോ ഈ കാര്യങ്ങൾ? മനസ്സിലായല്ലോ? ഇത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ക്ലിയർ ആക്കുക, മനസ്സിലാക്കുക കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ? അതിൽ ഫസ്റ്റ് വൺ കൊടുത്തത് ഇങ്ങനെയാണ്. ദെൻ ഓക്കെ ഇങ്ങനെ കൊടുത്തു. നോക്കും NaOH + HCl. ദെൻ ഈ റിയാക്ഷൻ. രണ്ടാമത്തത് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. ഇനി മൂന്നാമത്തത് കൺവേർഷൻ ഓഫ് ഓക്സിജൻ ടു ഓസോൺ. നാലാമത്തത് ഡ്യൂറിങ് ലൈറ്റ്നിങ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ടു ഗിവ് നൈട്രിക് ഓക്സൈഡ്. ഇടിമിന്നൽ സമയത്ത് നൈട്രജനും ഓക്സിജനും കൂടി നൈട്രിക് ഓക്സൈഡായി മാറുന്ന റിയാക്ഷൻ. നമ്മളോട് ഈ 4 റിയാക്ഷൻ തന്നിട്ട് ഏതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം? റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടാവും, നോക്കിയാൽ പോരെ. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ എഴുതി വെക്കുക. NaOHും HClഉം റിയാക്ട് ചെയ്താൽ NaClഉം വാട്ടറായിട്ട് മാറും. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ നോക്കൂ. ദെൻ സോഡിയം +1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -2 ഓക്സിജന് +1, H+1 ക്ലോറിൻ -1, -1 +1 +1 -2. ഇവിടെ ഏതെങ്കിലും എലമെന്റിന് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് റിഡോക്സ് റിയാക്ഷൻ അല്ല. മനസ്സിലായോ പറഞ്ഞത്? പിന്നെ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? H2O ലിക്വിഡ് H2O ഗ്യാസ് ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇനി ഓസോൺ, ദെൻ 3O2 gives 2O3. ഇതാണ് ഓസോണിന്റെ റിയാക്ഷൻ. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ O2ൽ 0 ആണ്, O3ൽ 0 ആണ്. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഇല്ല, എലമെന്ററി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഇല്ല. ദെൻ രണ്ടിലും 0 ആണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇനി അടുത്തത് നൈട്രജനും ഓക്സിജനും N2 + O2 giving 2NO. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച്. നൈട്രജന് 0 ആണ്, ഓക്സിജന് 0 ആണ്. ഓക്സിജന് -2, ഇവിടെ എന്താണ് +2. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ഉണ്ട്, ഡിക്രീസ് ഉണ്ട്. അതുകൊണ്ട് ഈ റിയാക്ഷൻ എന്തായിരിക്കും? റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്താ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷനും റിഡക്ഷനും ഉണ്ടെങ്കിൽ അത് റിഡോക്സ് റിയാക്ഷൻ ആവുള്ളൂ. ഒരു റിയാക്ഷൻ എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക? ദെൻ അതിൽ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച്
ചേഞ്ച് ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത്. ദെൻ ഇതാണ് റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? ഇലക്ട്രോണിക് കോൺസെപ്റ്റ് എന്താണ്, ദെൻ അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പഠിച്ച ക്ലാസിക്കൽ കോൺസെപ്റ്റ്, പിന്നെ ഇലക്ട്രോണിക് കോൺസെപ്റ്റ്, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ദെൻ ഇനി എങ്ങനെയാണ് ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്ന് പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.